നമസ്കാരം. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ രക്ഷാപ്രവർത്തകർ വലയുന്നു. മുണ്ടക്കൈ അതുപോലെ തന്നെ അട്ടമല പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഇവിടെ ഏതാണ്ട് 300-ലധികം കുടുംബങ്ങൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം ചിലപ്പോൾ. ആ പ്രദേശങ്ങളിലേക്ക് പോയവരും കഴിഞ്ഞ ദിവസം അങ്ങോട്ട് യാത്ര ചെയ്തവരുമൊക്കെ തന്നെ ആ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. മാത്രമല്ല, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവർ അവിടെ നേരിടുന്ന അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ സൈന്യം എത്തി അങ്ങോട്ട് പ്രത്യേകമായി പാലങ്ങളും അതുപോലെ എയർലിഫ്റ്റിംഗ് സംവിധാനവുമായി ഹെലികോപ്റ്ററുകളുമൊക്കെ എത്തിയെങ്കിൽ മാത്രമേ അവിടെ നിരീക്ഷണം നടത്താനും അവിടെയുള്ള ആളുകൾക്ക്, മുണ്ടക്കൈ അട്ടമല പ്രദേശത്തുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സൈന്യം തീർച്ചയായിട്ടും വളരെ ശക്തമായ കരുതൽ നടപടികളുമായ പ്രദേശത്തേക്ക് എത്തും. പ്രത്യേകമായി താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട്, താൽക്കാലികമായ നടപടികൾ എടുത്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തി ഈ ഒരു പ്രദേശത്തേക്ക്, ചൂരൽമലയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൻ്റെ പ്രത്യേക സംഘങ്ങൾ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ ഒരു ടീമും ഉച്ചയോടുകൂടി തന്നെ എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പം ആ രീതിയിൽ കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് കടന്നു ചെന്ന്, സാധാരണ രക്ഷാപ്രവർത്തകരെ പോലെയല്ല, സൈന്യത്തിന് ഇത്തരം മേഖലകളിൽ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുണ്ട്. ഇതുപോലെ താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന, അതായത് മണ്ണിടിച്ചിൽ മൂലമുണ്ടായിരിക്കുന്ന കുന്നുകളും അതുപോലെയുള്ള ആ ഒരു തിട്ടകളുമൊക്കെ കടന്ന് അപ്പുറച്ചെന്ന് ആളുകളെ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്രത്യേകമായ പരിശീലനവും ഒക്കെ തന്നെ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് അതിനുള്ള പ്രത്യേകമായ ഉപകരണങ്ങളുമുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കം സൈന്യം എത്തിയതിനു ശേഷം, സൈന്യസംഘം എത്തിയതിനു ശേഷം എയർലിഫ്റ്റിംഗ് സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടിയിലൂടെയോ അങ്ങോട്ട് എത്തിപ്പെട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുവരെ മരണസംഖ്യ 24 ആയി എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ദുഃഖകരമായ അവസ്ഥയുമുണ്ട്. ഇത്തരത്തിൽ വയനാട് ഒരു ദുരന്ത മേഖലയായി, സമ്പൂർണ്ണ ദുരന്ത മേഖലയായി മാറിയിരിക്കുന്നു. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് മുണ്ടക്കൈ അട്ടമല പ്രദേശം ഒറ്റപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോഴും അതിൻ്റെയൊക്കെ തന്നെ പല വാർഡുകളും അവരിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതായത് അങ്ങ് ഉൾപ്രദേശങ്ങളിലൊക്കെ തന്നെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ പലരും ഒറ്റപ്പെട്ട് കിടപ്പുണ്ട്. അതുപോലെ ചില മേഖലകളിൽ, ആദിവാസി മേഖലകളിലൊക്കെ തന്നെ പലരും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. സാധാരണ തൊഴിലാളികൾ പലരും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പലരെയും കാണാതായിട്ടുണ്ട്. ഈ കാണാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നീട് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിലും ഈ കാണാതായ പലരും മണ്ണിനടിയിലാണ് എന്ന് പ്രദേശവാസികളിൽ ചിലർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്, കഴിഞ്ഞ ദിവസം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ്, അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ കുടുംബത്തെ ഇപ്പോൾ കാണാനില്ല എന്നൊക്കെ തന്നെ ഒരു പ്രദേശവാസി ഒരു മാധ്യമത്തോട് പറയുന്നത് കേട്ടു. ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കാരണം എന്ത് ചെയ്യണം എന്ന് പെട്ടെന്ന് തീരുമാനമെടുത്ത് നടപടി ഉണ്ടാക്കേണ്ട ഒരു വിഷയത്തിൽ അതിന് സാധിക്കാതെ വരുന്നു എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായൊരു വിഷയമാണ്. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ കാണാൻ സാധിക്കുന്നത്. വളരെ ഗുരുതരമായ അവസ്ഥ, അപകടകരമായ അവസ്ഥ. അതുപോലെ തന്നെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അവരുടെ കാര്യം അപതാളത്തിലാകും, ബുദ്ധിമുട്ടിലാകും എന്നുള്ള ഒരാശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.